റെട്രോയെ മാത്രമല്ല മറ്റ് തമിഴ്, ഹിന്ദി ചിത്രങ്ങളെയും വീഴ്ത്തി OTTയിൽ തുടരും. ഏപ്രിൽ 25-ന് തിയേറ്ററിൽ എത്തിയ ചിത്രം. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനലൊന്ന് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. മലയാള സിനിമകളുടെ OTT മാർക്കറ്റ് സമീപ മാസങ്ങളിൽ വലിയ ഇടിവ് നേരിട്ടതായി നിരവധി റിപ്പോർട്ടുകൾ എത്തിയിരുന്നു. സിനിമാ മേഖലയിലുള്ളവരും ഇക്കാര്യം സമ്മതിച്ചിരുന്നു. മലയാളത്തിൽ നിന്നുള്ള അപൂർവം സിനിമകൾക്ക് മാത്രമേ നിലവിൽ ഭേദപ്പെട്ട ഡീൽ ലഭിക്കുന്നുള്ളൂ. എന്നാൽ അങ്ങനെ OTT ഗേറ്റ് ഓപ്പൺ ആയ ചില ചിത്രങ്ങൾ മികച്ച പ്രകടനവും കാഴ്ചവെക്കുന്നുണ്ട്. ആ നിരയിലേക്ക് ഒടുവിലെത്തിയിരിക്കുന്ന ചിത്രം മോഹൻലാൽ നായകനായ തുടരും ആണ്. ഏപ്രിൽ 25-ന് തിയേറ്ററിൽ എത്തിയ ചിത്രമാണ് ഇത്. ബോക്സ് ഓഫീസിൽ റെക്കോർഡുകൾ പലതും തകർത്ത ചിത്രം മെയ് 30-നാണ് OTTയിൽ എത്തിയത്. പ്രമുഖ പ്ലാറ്റ്ഫോമായ ജിയോ ഹോട്ട്സ്റ്റാറിലൂടെ ആയിരുന്നു സ്ട്രീമിംഗ്. ജൂൺ 2 മുതൽ 8 വരെയുള്ള വാരത്തിൽ OTTയിലൂടെ ഇന്ത്യൻ പ്രേക്ഷകർ ഏറ്റവും അധികം കണ്ട സിനിമകളിൽ 2ാം സ്ഥാനത്താണ് തുടരും. പ്രമുഖ മീഡിയ കൺസൾട്ടിംഗ് സ്ഥാപനമായ ഒമാക്സ് മീഡിയ പുറത്തുവിട്ടിരിക്കുന്ന ലിസ്റ്റിലാണ് തുടരുമിന്റെ ഈ നേട്ടം വ്യക്തമായിരിക്കുന്നത്. തമിഴ് ചിത്രമായ റെട്രോ, ടൂറിസ്റ്റ് ഫാമിലി, ഹിന്ദി ചിത്രം ഫുൾ ചുങ്ക് മാഫ് എന്നിവയെ മറികടന്നാണ് തുടരും നേട്ടം സ്വന്തമാക്കിയിരിക്കുന്നത്. ജൂൺ 2 മുതൽ 8 വരെയുള്ള ആഴ്ചയിൽ നേടിയ കാഴ്ചകളുടെ എണ്ണത്തിൽ ഒരു സിനിമ മാത്രമാണ് തുടരുവിന് മുന്നിലുള്ളത്. അത് നാനി നായകനായ തെലുങ്ക് ചിത്രം ഹിറ്റ് 3 ആണ്. നെറ്റ്ഫ്ലിക്സിലൂടെ എത്തിയ ഹിറ്റ് 3 57 ലക്ഷം കാഴ്ചക്കാർ നേടിയപ്പോൾ തുടരും തൊട്ടുപിന്നിൽ ഉണ്ട് 56 ലക്ഷം കാഴ്ചക്കാർ. നെറ്റ്ഫ്ലിക്സിലൂടെ എത്തിയ റെട്രോയ്ക്ക് 48 ലക്ഷം കാഴ്ചക്കാരാണ് ലഭിച്ചിരിക്കുന്നതെങ്കിൽ ഹോട്ട്സ്റ്റാറിലൂടെ തന്നെ എത്തിയിരിക്കുന്ന ടൂറിസ്റ്റ് ഫാമിലിക്ക് 44 ലക്ഷം കാഴ്ചകളാണ് ലഭിച്ചിരിക്കുന്നത്. ജൂൺ 6-ന് ആമസോൺ പ്രൈം വീഡിയോയിലൂടെ എത്തിയ ഫുൾ ചുങ്ക് മാഫിന് 40 ലക്ഷം കാഴ്ചകളും ലഭിച്ചിട്ടുണ്ട്. ഒരു ചിത്രം ഏറ്റവും ചുരുങ്ങിയത് അരമണിക്കൂറെങ്കിലും കണ്ട പ്രേക്ഷകരുടെ കണക്കാണ് ഇതെന്ന് ഒമാക്സ് മീഡിയ പറയുന്നു. 200 കോടി ക്ലബ്ബിൽ ഇടം പിടിക്കുന്ന മോഹൻലാലിന്റെ 2ാമത്തെ ചിത്രമാണ് തുടരും. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.